ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തൃപ്പൂണിത്തറയിലുള്ള പുരാവസ്തു മ്യൂസിയമായ ഹിൽ പാലസിലേക്ക് ടൂർ പോയൊരു വീഡിയോ ആണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം കാറെ കൊണ്ടുപോയി അവിടെ ഇറക്കിയിട്ട് കാറ് നമ്മൾ പാർക്ക് ചെയ്തു. ഇവിടുത്തെ എൻട്രി ഫീസ് എന്ന് പറയുന്നത് മുതിർന്നവർക്ക് 35 രൂപയും കുട്ടികൾക്ക് 10 രൂപയുമാണ്. അതുപോലെ തന്നെ മൊബൈൽ ക്യാമറയ്ക്ക് 30 രൂപയും അല്ലാത്ത ക്യാമറയ്ക്ക് 60 രൂപയുമാണ്. നമ്മൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മൊബൈൽ ക്യാമറ ആണ് എടുത്തത്. എന്നിട്ട് നമ്മൾ നടന്നാണ് പോയത്, സ്റ്റെപ്പ് കയറി നടന്നാണ് പോയത്. നമുക്ക് വണ്ടിയിൽ അവിടെ പോയി ഇറങ്ങാം, എന്നാൽ നമുക്ക് അതിൻ്റെ ഒരു സുഖവും രസമൊക്കെ പോകുമല്ലോ എന്നോർത്ത് നമ്മൾ നടന്നാണ് കയറിയത്. പിന്നെ കുട്ടികൾക്കും അതൊരു ഭയങ്കര സന്തോഷമായിരുന്നു. നമ്മൾ മണിച്ചിത്രത്താഴിലെ ആ ഒരു നമുക്ക് ഹിൽ പാലസ് എന്ന ഓർമ്മ വരുമ്പോഴേ പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വരുന്നത് മണിച്ചിത്രത്താഴ് ഫിലിമാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഓർമ്മകളൊക്കെ അയവിറക്കിക്കൊണ്ട് നമ്മൾ അങ്ങനെ നടന്ന് കയറി. ഒരാവേശത്തിന് പുറത്ത് നടന്ന് കയറിയതായിരുന്നു. കുറേ ആയപ്പോഴത്തേനും എല്ലാവരും മടുത്തു തുടങ്ങി. അവധി ദിവസമായതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ, നല്ല തിരക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ നടന്ന് മുകളിലെത്തി. അപ്പോൾ പാദരക്ഷകൾ ക്ലോക്ക് റൂമിൽ കൊണ്ടിട്ടിട്ടേ നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ക്ലോക്ക് റൂം ലക്ഷ്യമാക്കി ഞങ്ങൾ എല്ലാവരും കൂടി നടന്ന് പാദരക്ഷകൾ ക്ലോക്ക് റൂമിലിട്ടിട്ട് നമ്മൾ അകത്തേക്ക് കയറി. അത് കഴിഞ്ഞ് സ്റ്റെപ്പ് കയറി മുകളിൽ ചെന്നപ്പോഴാണ് അവർ പറഞ്ഞത് മൊബൈൽ ക്യാമറയിൽ ഫോട്ടോസ് മാത്രമാണ് എടുക്കാൻ പറ്റുള്ളൂ, പുറത്ത് വീഡിയോസൊക്കെ എടുക്കാം, അകത്തെ വീഡിയോസ് എടുക്കാൻ പറ്റില്ല എന്ന് അവിടെ 2 പോലീസുകാരും പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ മെയിൻ ആൾക്കാരൊക്കെ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അകത്തെ കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞങ്ങളെല്ലാം കണ്ട് ഇറങ്ങി. ഞങ്ങൾ മുകളിൽ ചെന്നു. അവിടെ ഇങ്ങനെ മാനും മ്ലാവും ഒക്കെ ഉണ്ടായിരുന്നു. മ്ലാവ് അങ്ങ് ദൂരെയായിരുന്നു. മാനിനെ അടുത്ത് കാണാൻ പറ്റി. കുട്ടികളൊക്കെ ഇങ്ങനെ വിളിക്കുകയും ഓരോ ഇലയൊക്കെ കൊടുക്കുകയും ചെയ്തു. പക്ഷെ അത് മേടിച്ചൊന്നുമില്ല. അവർക്കും വളരെ സന്തോഷമായി. വാടംപള്ളിയിലെ മാനസിക രോഗി നീ വിചാരിക്കുന്ന പോലെ ശ്രീദേവിയല്ല. മീനാക്ഷിയല്ലോ. എന്താ മോളെ സ്കൂട്ടറില്? മോളോ? ഏത് മോള്? ചേട്ടാ, ഇത് ഞാൻ ദാസപ്പൻകുട്ടി. ഓ, നീയാണോ? ചേട്ടൻ അറിഞ്ഞു? മാടമ്പള്ളിയിലെ അടുക്കളക്കാരി ശാന്ത എന്നോട് പറഞ്ഞത് നമ്മുടെ ചെമ്പങ്കോട്ടെ ശ്രീദേവിക്ക് പ്രാന്താന്ന്. ദാസപ്പോ, എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ. എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്ന് നോക്കിക്കേ. ചേട്ടാ കാട്ടോർമ്മൻ ചേട്ടാ, എന്തോ കുഴപ്പമുണ്ടല്ലോ.
കണ്ട് ഞങ്ങൾ തിരിച്ചിറങ്ങുവാണ്. വണ്ടി പുറത്ത് പാർക്ക് ചെയ്തേക്കണതുകൊണ്ട് നടന്നാണ് ഇറങ്ങിയത്. പിന്നെ താഴെ കുട്ടികൾക്കായിട്ടുള്ള അപ്പം നമ്മൾ അവർക്ക് അവിടെ കയറണമെന്ന് പറഞ്ഞു. അതിൻ്റെ വീഡിയോ ഒന്നും നമ്മൾ എടുത്തില്ല, കാരണം ക്ഷീണിച്ച് ആവശ്യമായി പെട്ടെന്ന് തന്നെ അവരെ പാർക്കിലും കയറ്റിയിട്ട് നമ്മൾ തിരിച്ചു ഹിൽ പാലസിനോട് വിട പറഞ്ഞു വീട്ടിലേക്ക് പോന്നു. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.